സുസ്വാഗതം 2024. നന്ദിപൂർവം വിട 2023. പടരാതെ പോയ വ്യാധികൾക്ക് നന്ദി. ആളിക്കത്തിപ്പിടിക്കാതെ പോയ വർഗീയ കാറ്റിനും നന്ദി. വിടർന്ന താമരയ്ക്കും ഉയർന്ന കൈപ്പത്തിക്കും വോട്ടിട്ടവർക്കും നന്ദി. ബൂട്ടഴിച്ച സാക്ഷി മാലിക്കിനും ഖേൽരത്ന തെരുവിലുപേക്ഷിച്ച വിനേഷ് ഫോഗട്ടിന്റെ പ്രതിഷേധക്കരുത്തിനും നന്ദി. നീട്ടിയെറിഞ്ഞെങ്കിലും വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കിയ മോദി സർക്കാരിനും നന്ദി. വർഗീയ തീക്കാറ്റിൽ വെന്ത മണിപ്പൂരിന് സാന്നിധ്യം കൊണ്ട് സ്നേഹം പുരട്ടിയ പ്രതിപക്ഷത്തിനും നന്ദി. ഗവർണറെ മൂക്കുകയറിട്ട സുപ്രീം കോടതിക്കും ജമ്മു കാശ്മീരിന്റെ അസ്തിത്വത്തിന് താങ്ങാനാവാത്ത വിധിയെങ്കിലും സംയമനം പാലിച്ച കാശ്മീർ ജനതയ്ക്കും നന്ദി. തൂണുകൾ തുരുമ്പെടുക്കുമ്പോഴും ബാക്കിയാവുന്ന ഭരണഘടനാ ധാർമ്മികതയുടെ തണലിനും നന്ദി. പുതുവത്സരത്തെ വരവേൽക്കുമ്പോൾ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾ ഇതാണ്. പുതുവർഷത്തിൽ വീണ്ടും മോദിയുടെ അയോധ്യയെ മുൻനിർത്തിയുള്ള അശ്വമേധമോ, അതോ ഇന്ത്യ മുന്നണിയുടെ ചരിത്രം കുറിക്കുന്ന സർപ്രൈസ് സർജിക്കൽ സ്ട്രൈക്കോ? ഹിന്ദുത്വക്ഷേമ രാഷ്ട്രീയത്തെ വെല്ലാൻ ജാതി സംവരണത്തിലൂന്നിയ സാമൂഹ്യനീതി ക്യാമ്പയിനോ? ചർച്ചയുടെ ചോദ്യം ഇതാണ്. പുതുവർഷത്തിൽ പുതുരാഷ്ട്രീയമോ? ചർച്ചയിൽ അതിഥികളായി CPM പ്രതിനിധി A. റഹീം അല്പസമയത്തിനകം എത്തും. രാഷ്ട്രീയ നിരീക്ഷകനായ N. ശ്രീകുമാർ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ. ആദ്യം TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക്. TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇന്നലെ ഇന്ത്യ ടുഡേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അഭിമുഖത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായി ഭരണത്തിലെത്തുമെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തനിക്കൊപ്പമാണെന്നും. പക്ഷേ അപ്പോഴും അയോധ്യ വേണ്ടിവരുന്നു, അയോധ്യയിലെ പൊളിറ്റിക്കൽ റോഡ് ഷോ വേണ്ടിവരുന്നു ആ ആത്മവിശ്വാസത്തിൻ്റെ അവസാനത്തെ തുരുത്താവാൻ. 2024 പുതുവർഷം BJPയുടെ അടുത്ത ടേം ഭരണമുറപ്പിക്കാനുള്ള രാഷ്ട്രീയ നേട്ടങ്ങളുടെയും നീക്കങ്ങളുടെയുമായി മാറുമോ? TP ജയചന്ദ്രൻ. അരുണേ, ഏത് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് ഇന്ത്യ ടുഡേയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖമാണെങ്കിൽ വളരെ കൃത്യമായി അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. എൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ഹ്രസ്വമായ പരിധിക്കുള്ളിൽ ഒരു വർഷം, ഒരു മാസം ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വിലയിരുത്താൻ സാധ്യമല്ല. ഞാനൊരു പോയിൻ്റ് രാഷ്ട്രീയത്തിൽ എൻ്റെ പ്രവർത്തനത്തിലിടുമ്പോൾ ഞാൻ അത് പലപ്പോഴും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഞാൻ അതിൻ്റെ അന്ത്യം വരെ കണ്ടതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിക്കാറ്. അദ്ദേഹം ഉദാഹരണങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. ഒരു ഉദാഹരണത്തിന്, ഭാരത് മണ്ഡപത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുക്കുമ്പോൾ G20 ഇന്ത്യയിൽ വെച്ച് നടത്തണമെന്നും അതിന് ലോകോത്തര നിലവാരത്തിലുള്ള വേദിയായി മാറാനുള്ള ഒരു കെട്ടിടം ഒരുങ്ങണമെന്നുമുള്ള എൻ്റെ കാഴ്ചപ്പാടായിരുന്നു ഞാനിവിടെ വിരിച്ചിരുന്നത്. ഞാൻ ഗുജറാത്തിൽ പട്ടേലിൻ്റെ പ്രതിമ കൊണ്ടുവന്നപ്പോൾ 182 അടി പറഞ്ഞപ്പോൾ അത് 182 ഗുജറാത്തിലെ സീറ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നവർക്ക് മനസ്സിലാകുമായിരുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടത് ഒരു സമ്പൂർണമായ ഒരു തീർത്ഥയാത്രയുടെ ഒരു സമ്പൂർണമായ ആളുകൾക്ക് കാണുന്നതിനുള്ള ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനുള്ള ഡെസ്റ്റിനേഷനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാൻ വെണ്ണയിൽ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവനല്ല, കല്ലിൽ കോറിയിടാനാണ് എനിക്കിഷ്ടം. ഞാൻ കോറിയിടുമ്പോൾ ഞാൻ ലക്ഷ്യം കാണും. പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 40 ലക്ഷം ഭാരതീയർക്കുള്ള വീടുകളായിരുന്നു എൻ്റെ മനസ്സിലുള്ള സ്വപ്നം. ഞാൻ ദാരിദ്ര്യത്തിൻ്റെ കടൽ നീന്തി കടന്നു വന്നവനാണ്. ദാരിദ്ര്യമാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഞാൻ പരിഹരിക്കും. ഞാൻ സാമ്പത്തിക വിദഗ്ധരുടെയും വിഷയ വിദഗ്ധരെയും കേട്ട് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി എൻ്റെ ലക്ഷ്യം കുറിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഭാവി ഭാരതമാണ് എൻ്റെ മുമ്പിലുള്ളത്, ലോകോത്തര ശക്തിയാണ്. എൻ്റെ മുമ്പിലുള്ളവരെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് 2023 വിശിഷ്ടമായ ഈ വർഷത്തെ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തി എന്നതിൽ പറഞ്ഞു, എൻ്റെ വാർത്തകൾ നൽകുന്ന, എൻ്റെ വാർത്താ പ്രാധാന്യമുള്ള നിർമ്മാതാക്കൾ കർഷകരാണ്, കരകൗശല വിദഗ്ധരാണ്, കായിക താരങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും ഗ്ലോബൽ തിന എക്സിസ്റ്റൻസും നേടാൻ സാധിച്ചത്. G20 വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചത്. വിശ്വകർമാക്കളുടെ കഴിവുകളാണ് ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിയത്. സ്ത്രീ മുന്നേറ്റമാണ് ഞാൻ സ്വപ്നം കണ്ടത്, വാക്കുകളായിരുന്നില്ല. അതാണ് എനിക്ക് ബില്ലുകൾ ഈ തരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത്. ഉക്രൈൻ പോരാട്ടത്തിലും ഹമാസ് ഭീകര യുദ്ധത്തിൻ്റെയും മുമ്പിലും സാമ്പത്തിക മാന്ദ്യത്തിലും ഈ വന്ന കോവിഡ് മഹാമാരിയിലും ലോകം വിറച്ചു നിന്നപ്പോൾ ഭാരതം ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിലെ വളരുന്ന സമ്പദ് വ്യവസ്ഥയായതും ഈ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. LPG ഗ്യാസിലൂടെ പാവപ്പെട്ടവൻ്റെ കുരച്ച് ചാവുന്നവൻ്റെ വീട്ടിലെത്തിക്കാൻ സാധിച്ചതും
പാവപ്പെട്ട കുടിവെള്ളമില്ലാത്തവൻ്റെ വീട്ടുകളിൽ ഗ്യാസ് കണക്ഷൻ എത്തിക്കാൻ സാധിച്ചതും ഈ കാഴ്ചപ്പാടോടുകൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ തന്നെയാണ് മാറ്റുരയ്ക്കപ്പെടുന്നത്. അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ അയോധ്യ വരുന്നതിന് മുമ്പ് നടന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പായാലും മിസോറാമിലെ തെരഞ്ഞെടുപ്പായാലും തെലുങ്കാനയിലായാലും മുന്നണികൾക്ക് വ്യത്യസ്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഒരു കാര്യം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അവിയൽ മുന്നണിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും അങ്ങനെ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അവർക്ക് ഭാവി തന്റെ കയ്യിൽ ഭാസുരമാകുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് താങ്കൾ പറയുന്നത് പോലെ വെണ്ണയിൽ വരയ്ക്കാനല്ല കല്ലിൽ വരയ്ക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് നരേന്ദ്രമോദിയുടെ വളരെ പ്രതീകാത്മകമായ ആശയത്തിലൂടെ നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, എൻ്റെ ചോദ്യം ഇതാണ്. ഇങ്ങനെ ഒരു പോയിന്റ് താൻ നീക്കുമ്പോൾ അതിൻ്റെ അന്ത്യം വരെയും കണക്കാക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോഴും 14.5% ജനങ്ങൾ പട്ടിണിയിലാണ്. രാജ്യത്തെ 1/3 മനുഷ്യർ മാൽന്യൂട്രീഷൻ അനുഭവിക്കുന്നവരെ എടുത്താൽ അവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് താൻ ഒരു കരു നീക്കുമ്പോൾ അവസാനത്തെ അറ്റം വരെയും കണ്ടുകൊണ്ടാണ് നീക്കുന്നത്? ഭാരത് മണ്ഡപമാണെങ്കിലും സ്റ്റാച്യു ഓഫ് പട്ടേൽ ആണെങ്കിലും ഇപ്പോൾ അയോധ്യ ക്ഷേത്രമാണെങ്കിലും ആർട്ടിക്കിൾ 370 ആണെങ്കിലും ഒക്കെ അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് താൻ ആ കരു നീക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് 14.5% ഇപ്പോഴും പട്ടിണിയിൽ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകളുടെ മാത്രം സ്വത്തിൻ്റെ ആസ്തി വികസിക്കുന്നത്, ദരിദ്രനാരായണൻ്റെ എണ്ണം ആക്ച്വൽ ടേംസിൽ വർദ്ധിക്കുന്നതിൻ്റെ കാരണം? അവിടെ നരേന്ദ്രമോദിയുടെ ആ മാജിക് എന്താണ് കാണാതെ പോയത് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ? ടി പി ജയചന്ദ്രൻ മാസ്റ്റർ കേൾക്കാമെങ്കിൽ ഞാൻ ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക് തിരിച്ചു വരാം. എ റഹീം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എ റഹീം, ഇന്നലെ ഇന്ത്യ ടുഡേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത അഭിമുഖത്തിലാണ് ഒരു ഭരണ തുടർച്ചയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിന് അക്കമിട്ടു പറയുന്നുണ്ട് തൻ്റെ പ്രയോഗ രീതികൾ എന്നുള്ളത്. താൻ ഒരു കരു നീക്കിയാൽ അതിൻ്റെ അന്ത്യം വരെയും കണ്ടുകൊണ്ടാണ് ആ കരു നീക്കുന്നത്. ആ നീക്കുമ്പോഴറിയില്ല അതിൻ്റെ ഫലം എന്താണെന്ന്. ഒന്നാണ് താൻ നീക്കുന്നതെങ്കിൽ അത് പല മടങ്ങിലാണ്, 1 ഡസൻ ഫലങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി പറയുന്നുണ്ട് 182 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് പട്ടേലിനെ കുറിച്ച്, ഭാരത് മണ്ഡപത്തെക്കുറിച്ച്, മില്ലറ്റ് കർഷകർക്ക് വർധനമുണ്ടാക്കിയതിനെക്കുറിച്ച്, സ്പോർട്സ് മേഖലയിൽ ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. എ റഹീം, 2024 നരേന്ദ്രമോദി മാജിക്കിന്റെ വർഷമാണോ അതല്ല ഇന്ത്യ മുന്നണി പുതുരാഷ്ട്രീയ ചരിത്രം കുറിക്കാൻ പോകുന്ന വർഷമാണോ? യാതൊരു സംശയവും വേണ്ട, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ ഇന്ത്യ തള്ളിക്കളയുന്ന വർഷത്തിനായിരിക്കും ഇതാ പുതുവർഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇദ്ദേഹം കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. നരേന്ദ്രമോദി ഏതാണ്ട് മൻ കി ബാത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം ഏകപക്ഷീയമായി പറയുന്നതല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കംഫർട്ടബിളായ നേരത്തെ കൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ടുഡേയുടെ ഇൻ്റർവ്യൂവിൽ പ്രതികരിച്ചതുപോലെ ആകാശവാണിയിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നത് പോലെ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കാവ്യാത്മകമായി അവതരിപ്പിക്കാനും ആ സ്ക്രിപ്റ്റ് വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ PR ടീമും ആഗ്രഹിക്കുന്നത് പോലെ പുറത്തേക്ക് എത്തിക്കാനും എല്ലാം സാധിക്കും. അതിൻ്റെ താളാത്മകത കണ്ട് നമ്മൾ വല്ലാതെ ആവേശപുളകിതരാകേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ്? നോട്ട് നിരോധനമാണോ അദ്ദേഹത്തിൻ്റെ നേട്ടം? അദ്ദേഹം പറഞ്ഞല്ലോ, ഒന്നും കാണാതെ ഞാനൊന്നും തുടങ്ങില്ല, ഞാൻ തുടങ്ങിയതല്ല, അതിൻ്റെ അവസാനം വരെ പോകും. ഒന്ന് BJPയുടെ പ്രതിനിധിക്ക് വിശദീകരിക്കാമോ? ആ നോട്ട് നിരോധനത്തിൽ കവി ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ? എന്തായിരുന്നു നിങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു മുന്നൊരുക്കവുമില്ലാതെ GST നടപ്പിലാക്കിയതിൻ്റെ ദുരന്ത ഫലം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാമോ? ഞാനൊന്നും എന്താണ് അങ്ങയുടെ പ്രൈവറ്റൈസേഷൻ്റെ അപകടകരമായ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ റിപ്പോർട്ടർ TVയുടെ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം ഒരു വലിയ വിഭാഗം വിദേശികളുണ്ട്. അതായത് വിദേശികൾ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് NRIs ഉണ്ട്, പ്രവാസികളുണ്ട്. ആ പ്രവാസികളായിരിക്കുന്നവർ അവരുടെ വെക്കേഷൻ സമയത്ത് പോലും കേരളത്തിലേക്ക് അവധി കിട്ടുമ്പോൾ പോലും ഇപ്പോൾ വരാൻ കഴിയുന്നില്ല. വിമാനക്കൂലിയുടെ വർധനമാണ്. ഞാൻ ശ്രീ ജയചന്ദ്രൻ മാസ്റ്ററെയും BJP പ്രതിനിധികളെയും ഓർമ്മിപ്പിക്കുന്നു, ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഇന്ന് ഫ്ലൈറ്റ് ചാർജ്, വിമാനക്കൂലി നിശ്ചയിക്കുന്നത് 3 കമ്പനികളാണ്. ഒന്ന് ഇൻഡിഗോ, മറ്റൊന്ന് ടാറ്റ, അതോടൊപ്പം തന്നെ എയർ ഏഷ്യ. ഈ 3 കമ്പനികൾ, സ്പൈസ് ജെറ്റ്, ഈ 3 കമ്പനികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെൻറ്റിന് യാതൊരു റോളുമില്ല.
ഡൊമസ്റ്റിക് സഞ്ചാരത്തിലാകട്ടെ അന്താരാഷ്ട്ര സഞ്ചാരങ്ങളിലാകട്ടെ വലിയ തോതിലാണ്. ഗവൺമെൻറ്റിന് യാതൊരു റോളുമില്ല, നിയന്ത്രിക്കാൻ ഞങ്ങൾക്കാകില്ല, രേഖാമൂലമുള്ള മറുപടികൾ പറയുന്നു. എന്ത് ഗവേണൻസാണിത്? രാജ്യത്തെ ഇന്ധനവില വർധനവ്, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ദുരിതത്തിലാക്കുന്ന ഒന്നാണ് ഇന്ധനവില വർധനവ്. കോൺഗ്രസിൻ്റെ കാലത്താണ് പണ്ട് പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചത്. അന്ന് അതിനെതിരെ സമരം ചെയ്തവരാണിവർ. എന്നിട്ട് പിന്നീട് അവർ അധികാരത്തിലേറിയപ്പോഴോ പെട്രോളിയം ഉൽപ്പാദനത്തിലും വിപണനത്തിലേക്കും കടന്നു വന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഡീസലിൻ്റെ വില നിയന്ത്രണാധികാരം കൂടി കമ്പനികളെ ഏൽപ്പിച്ചു. അന്ന് പറഞ്ഞതാണ് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. അന്ന് ശ്രീ സുരേന്ദ്രനാം ടെലിവിഷനിൽ വന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വൈറൽ വീഡിയോകളായി പറക്കുന്നുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം? മോദി പറഞ്ഞ വാഗ്ദാനം എന്തായിരുന്നു? അപ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴ മാത്രമാണ്. മറ്റൊരു കാര്യം ഇവർ എല്ലായ്പ്പോഴും ഇവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് ദേശസുരക്ഷയാണ്. രാജ്യത്തിൻ്റെ ദേശസുരക്ഷയുടെ ഇവരുടെ റോൾ എന്താണ്? BJP ഇന്ത്യ ഭരിക്കുമ്പോഴാണ് രാജ്യത്തൊരിക്കൽ മാത്രമേ ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ ഭീകരവാദികളാൽ. അത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് BJP ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിലാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് പത്താൻകോട്ടിലെ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഉറിയിലെ അപകടകരമായ ഏറ്റുമുട്ടൽ സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത്, പുൽവാമ സംഭവിക്കുന്നത്. തീരുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തേക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ലംഘിച്ചുകൊണ്ട് 2 പേർക്ക് കയറി പുകബോംബ് ആക്രമണം നടത്താൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, വേറൊരു കാലത്തുമല്ല. അപ്പോൾ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് കാണുന്നു എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം കാരണം പറയണം. ഏറ്റവും ചുരുങ്ങിയത് നോട്ട് നിരോധനത്തിൻ്റെ കാരണമെങ്കിലും പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് വിശദീകരിക്കാൻ അതിനൊരു മറുപടി നമുക്ക് ജയചന്ദ്രൻ മാസ്റ്റർ വരാം. പക്ഷേ ആ അഭിമുഖത്തിൽ നരേന്ദ്രമോദി കണക്കെടുത്തു പറയുന്നുണ്ട് എന്തായിരുന്നു 2013-14 നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യം സ്വന്തമാക്കിയത്. 2013 മെട്രോ സ്റ്റേഷനുകളിൽ മെട്രോ റെയിൽവേകളുടെ എണ്ണം 248 ആണെങ്കിൽ 248 കിലോമീറ്റർ ദൈർഘ്യമാണെങ്കിൽ അത് 905 കിലോമീറ്ററായി വർദ്ധിച്ചിരിക്കുന്നു മെട്രോ റെയിലുകൾ രാജ്യത്ത്. എയർപോർട്ടുകളുടെ എണ്ണം 74 നിന്ന് 149 വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 706 വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ നിരക്ക് 5.8% നിന്ന് 3.2% കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്റർവ്യൂവിൽ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. ഒരു മിനിറ്റ്, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, തൊഴിലില്ലായ്മ നിരക്ക് ഇവർക്കിഷ്ടപ്പെട്ട ഇന്നിപ്പോൾ രാജ്യത്തെ ഡേറ്റകൾ പുറത്തു വരുന്നില്ല. എന്തിനെ ആസ്പദമാക്കിയാണ്, ഏത് ഡേറ്റയെ ആസ്പദമാക്കിയാണ് തൊഴിലില്ലായ്മയുടെ കണക്ക് ഇദ്ദേഹം പറയുന്നത്? സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ CMIയുടെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് 7% മുകളിലാണ്. ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു കണക്ക് ഇദ്ദേഹം സ്വമേധയാ പറയുകയാണ്. ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ റോസ്ഗാർ മേളകൾ എന്ന പേരിൽ രാജ്യത്ത് വലിയ തൊഴിൽ മേളകൾ നടത്തി. റോസ്ഗാർ മേളകളുടെ ഭാഗമായി രാജ്യത്ത് പുതുതായി സൃഷ്ടിക്കപ്പെട്ട എത്ര തൊഴിൽ അവസരങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ ചോദിച്ചു. ഉത്തരം എത്രയെന്നറിയാമോ അരുണേ? 0 0. പിന്നെ എന്താണ് ഈ നടക്കുന്ന പ്രക്രിയ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് സ്വാഭാവികമായി ലഭിക്കേണ്ട നിയമനങ്ങൾ ഒരു മേള നടത്തി, ഒരു ഇവന്റ് നടത്തി, ആ ഇവന്റിലൂടെ കൈമാറുന്നു. അത്രമാത്രമേ ഉള്ളൂ. റോസ്ഗാർ മേളകളിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടോ? ഇനി പാർലമെന്റിൽ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ ഞങ്ങൾ പലരും ചോദിച്ചു. മെഡിക്കൽ കോളേജുകൾ വന്നതിനെക്കുറിച്ച് പറയുന്നു. രാജ്യത്ത് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ, അത് സർവകലാശാലകളിൽ, കേന്ദ്ര സർവകലാശാലകൾ മുതൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ വരെ, ബാങ്കിംഗ് മേഖല ഉൾപ്പെടെ ഒഴിഞ്ഞുകിടക്കുന്ന വേക്കൻസികളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തിനേറെ ഏറ്റവും ഒടുവിൽ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുണ്ടായപ്പോൾ പാർലമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ പോലും വർഷങ്ങളായി 100 കണക്കിന് പോസ്റ്റുകൾ വേക്കന്റായി ഒഴിഞ്ഞുകിടക്കുന്നത്. മറുപടി ഒന്ന് കേട്ടിട്ട് വരാം. ശ്രീ A. റഹീം, TP ജയചന്ദ്രൻ മാസ്റ്റർ, നേരത്തെ പ്രധാനമന്ത്രി വളരെ കാവ്യാത്മകമായ രീതിയിൽ ഒരു ചിത്രകാരനെ പോലെയാണ് താൻ ചിത്രം വരയ്ക്കുന്നതെന്നും ആ ചിത്രം പൂർത്തിയാകുമ്പോൾ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയെന്നുമൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അങ്ങനെ ചിത്രം വരച്ചു തുടങ്ങിയപ്പോൾ ഡീമോണിറ്റൈസേഷന്റെ കഥയാണെങ്കിൽ 82 പേർ മരിച്ചു. മറുഭാഗത്ത് പാർലമെന്റ് സെക്യൂരിറ്റി സർവീസിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതുകൊണ്ട് ചരിത്രത്തിലാദ്യമായി പാർലമെന്റിന്റെ ഉള്ളിലേക്ക് ഗ്യാസ് കുറ്റിയുമായിട്ട് 2 ചെറുപ്പക്കാർ ഇറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. റെയിൽവേയിലാണെങ്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നു. തൊഴിലില്ലായ്മയാണെന്ന് ഈ പാർലമെന്റിലേക്ക് ചാടിയ ആളുകൾ പറയുന്നു. CMIയുടെ കണക്ക് പ്രകാരം 7% തൊഴിലില്ലായ്മ നിരക്ക്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാൽന്യൂട്രീഷന്റെ കാര്യത്തിൽ ലോകത്തിലെ 3-1 മലയാളിയായി തുടരുന്നു. അപ്പോൾ ആക്ച്വൽ ടേംസിലേക്കും യാഥാർത്ഥ്യബോധത്തിലേക്കും എത്തിയാൽ ഈ വാചോടാപങ്ങൾക്കും അപ്പുറം കറുത്തതാണ് യാഥാർത്ഥ്യമെന്നല്ലേ ബോധ്യമാകുന്നത്? TP ജയചന്ദ്രൻ മാസ്റ്റർ.
അല്ല, അരുണും നമ്മുടെ എ റഹീമും ഒക്കെ എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തെ മണ്ണിൽ നിന്നും അല്പം ഉയർന്ന് നടക്കുന്നത് കൊണ്ടാവാം, റഹീം അങ്ങ് ഡൽഹിയിലെത്തിയത് കൊണ്ടാവാം പലതും അദ്ദേഹത്തിന് മറന്നു പോകുന്നത്. അദ്ദേഹം സുരക്ഷയെക്കുറിച്ച് വാചാലനാകുന്നു. സർ, നാളെ കേരളത്തിലെ പെട്രോൾ പമ്പുകൾ മുഴുവൻ അടച്ചിടാൻ പോവുകയാണ്. ഇപ്പൊ തൊട്ട് മുമ്പ് ഈ ചാനലിൽ കാണിച്ച ഒരു ദൈന്യമാർന്ന ചിത്രമുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ നിന്നുകൊണ്ടാണോ താങ്കൾ ഈ രാജ്യത്തെ പട്ടിണിയെക്കുറിച്ചും രാജ്യത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചും ഒക്കെ വാചാലനാകുന്നത്? താങ്കൾ അല്പം ഡൽഹിയിൽ നിന്നും കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുകൂടി വേണം സംസാരിക്കേണ്ടത്. വിലനിർണ്ണയത്തെക്കുറിച്ചും അങ്ങ് വാചാലനാകുന്നു സർ. എന്താണ് സർ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വൈദ്യുതി ചാർജുകൾ തമ്മിലുള്ള വ്യത്യാസം? കൊല്ലത്തിൽ 6 മാസം മഴ പെയ്യുന്ന കേരളത്തിലെ കുടിവെള്ളത്തിൻ്റെ വിലയുടെ വ്യത്യാസം എന്താണ് സർ? എന്താണ് സർ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള പെട്രോൾ പമ്പുകൾ? എന്തുകൊണ്ടാണ് മാഹിയുടെയും അങ്ങ് കർണാടകയുടെയും അതിർത്തിയിലുള്ള കേരളത്തിലെ പെട്രോൾ പമ്പ് മുതലാളിമാരൊക്കെ പൂട്ടി ഓടിയത് എവിടെയാണ്? താങ്കൾ സെസ് വിരിക്കുന്നതിൻ്റെ വിലകളൊന്ന് മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ ഓർത്തി കാണിക്കുന്നത്. താങ്കൾ ഡാറ്റകളെക്കുറിച്ച് പറഞ്ഞു. റഹീമേ, ഡാറ്റകൾ എൻ്റെ മുമ്പിലുണ്ട്, താങ്കളൊന്ന് കേട്ടാൽ മതി. താങ്കൾ ഈ അരുണും പറഞ്ഞല്ലോ ഒരു വലിയ ഡാറ്റയുടെ കണക്ക്. ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ കഴിഞ്ഞ ജൂലൈ മാസം 10-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബജറ്റിൻ്റെ ശേഷമുള്ള സർവേ റിപ്പോർട്ട് പുറത്തു വന്നു. ആഗോള യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആഗോള ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ MPIയിൽ ഇന്ത്യയിൽ 41.5 ക്രോറിൽ നിന്നും അത് കുറഞ്ഞ് 23 കോടിയിലേക്ക് കടന്നു. ഭാരതത്തിൻ്റെ ഭരണ ചരിത്രത്തിലെ സർവകാല റെക്കോർഡ്. ഇതാരാ പറയുന്നത്? നമ്മുടെ എവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അല്ല, യുണൈറ്റഡ് നേഷൻസിൻ്റെ. ഇനി ഭാരത സർക്കാർ ഏൽപ്പിച്ച മറ്റൊരു ഏജൻസി ഉണ്ട് അരുണേ, നീതി ആയോഗിൻ്റെ കണക്കും പറയുന്നത് 2005-6 64.5 നിന്ന് 23 കോടിയായി കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ഇറങ്ങിയ പത്രങ്ങളിൽ മുഴുവൻ മലയാള പത്രങ്ങളിൽ വന്നൊരു റിപ്പോർട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേരളത്തിലേതും പറയുന്നുണ്ട്, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നും എവിടെ വർദ്ധിച്ചു എന്നും കുറിച്ചുണ്ട്. ഇനി താങ്കൾ പറഞ്ഞു ഒരു ഡാറ്റയും കിട്ടുന്നില്ല എന്ന്. ഒരു പാർലമെൻറ്റ് മെമ്പർ എങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? ഞാൻ താങ്കളോട് പറയുന്നു, 11 ഒക്ടോബർ 23 കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയാണ് റഹീമെ, ഒന്ന് ശ്രദ്ധിക്കണം. ഏതാ ഏജൻസി? പീരിയോഡിക്കൽ ലേബർ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് പീരിയോഡിക്കൽ സർവേ റിപ്പോർട്ട് പറയുന്നത്? രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ പുരുഷന്മാരുടെ, സ്ത്രീകളുടെ ജനസംഖ്യയിലെ 56% കടന്നിരിക്കുന്നു. ഒരു കാര്യം താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം. താങ്കൾ പറയുന്ന മാതിരി കേവലമല്ല. കേരളത്തിലെ ഇന്ത്യയിലെ പല റിപ്പോർട്ടുകളും പ്രകാരം മുദ്രാ ലോൺ വഴി സ്വയം തൊഴിൽ കണ്ടെത്തിയവരായാലും, സ്റ്റാർട്ടപ്പ് ഇന്ത്യ വഴിയായാലും, സ്റ്റാൻഡപ്പ് ഇന്ത്യ വഴിയായാലും സ്വയം തൊഴിൽ ദാതാക്കളായി മാറിയവരുടെ എണ്ണം ഇതൊക്കെയാണ്. അനുഭവിക്കുന്ന ജനത റഹീമെ കൃത്യമായ ബോധ്യത്തോടെയാണ് അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കണോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ സുധാകരൻ തന്നെ താങ്കൾ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞ കാര്യം 12% നമ്മുടെ പാർട്ടിയിൽ ഞാൻ വരുന്നു. ഒരു ശബ്ദ വിനിമയത്തിൽ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. അതിന് മുമ്പ് ശ്രീകുമാറിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ശ്രീകുമാരൻ, ഇവിടെയാണ് 2024 രാഷ്ട്രീയത്തിൻ്റെ നരേറ്റീവ് എന്താണ് എന്നുള്ളത് ഏകദേശം ഇന്നലെ നടത്തിയ റോഡ് ഷോയിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് റാമാണ്, റൊട്ടിയാണ്, രഞ്ജനാണ്. റാം എത്തിക്കഴിഞ്ഞു. അയോധ്യയിലെ അവരുടെ പ്രതിജ്ഞാപത്രികയിലെ പ്രധാനപ്പെട്ട ഐറ്റമായിരുന്നു റൊട്ടി. ഉജ്ജ്വൽ യോജന 10 കോടി കൊടുത്തവരിൽ 10ാമത്തെ ആളുടെ വീട്ടിലേക്കാണ് നരേന്ദ്രമോദി ഇന്നലെ നടന്നു കയറിയത്. മീര മഞ്ജിയുടെ വീട്ടിലേക്കാണ് നടന്നു കയറിയത്. അപ്പോൾ സാധാരണക്കാർക്ക് ക്ഷേമപ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ, എന്നാൽ വിശ്വാസത്തിലധിഷ്ഠിതമായ, ഇനി വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ വികസന പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു എന്നാണ് നരേന്ദ്രമോദിയുടെ അവകാശം. ഇത് മൂന്നും സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ സമവാക്യത്തെ എങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണി നേരിടാൻ പോകുന്നത്? ഇപ്പോഴും എന്താണ് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയം എന്നതറിയില്ല. BJP വിരുദ്ധത എന്നതിനുമപ്പുറം ജാതി സംവരണവുമായാണോ മുന്നോട്ട് പോകുന്നത്? ന്യായയാത്രയിൽ രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് സംസാരിക്കുമോ? ആർക്കും ഒരു സൂചനയുമില്ല. ഇനി തെരഞ്ഞെടുപ്പിന് 4 മാസം അവശേഷിക്കെ എന്താണ് BJPയുടെ ഈ റാം, റൊട്ടി, രഞ്ജൻ, ഹിന്ദുത്വ, ജനക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ ബദൽ? എന്താണ് 2024 നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മോദിയുടെ പ്രഭാവലയത്തിൽ കുടുങ്ങി നിൽക്കുന്ന ജനസഞ്ചയത്തിൽ നിന്നും എന്തു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി? ഡോക്ടർ അരുൺ, ഇപ്പോൾ നടക്കുന്ന പ്രതിപക്ഷ മുന്നണിയുടെ നീക്കങ്ങൾ തന്നെയാണ് നാളെ തുടങ്ങുന്ന പുതുവർഷത്തിലും ഉണ്ടാവുക. യാതൊരു സംശയവും വേണ്ട. കാരണം ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ
ചിന്തിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി പറയുന്ന കാര്യവും പ്രതിപക്ഷത്തിരിക്കുന്ന വിവിധ കക്ഷി നേതാക്കൾ പറയുന്ന കാര്യവും താരതമ്യം ചെയ്യുകയാണ്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ മോദിയുടെ ഗ്രാഫാണ് മുന്നിട്ട് നിൽക്കുക. കാരണം ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് മോദിക്കൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്നലെ കൊടുത്ത അഭിമുഖത്തിൽ BJP പ്രതിനിധി ശ്രീ ജയേന്ദ്ര മാഷ് പറഞ്ഞതൊക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ജയേന്ദ്ര മാഷ് പോലും മറന്ന ഒരു കാര്യമാണ് അരുൺ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ, അതിനു മുമ്പ് മണിപ്പൂരിലെ ക്രിസ്ത്യൻ, അതുപോലെ അവിടുത്തെ കലാപങ്ങൾ, ഇതൊന്നും നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ റൊട്ടി കപ്പട ഔർ മഖാൻ എന്നതിൽ നിന്ന് മാറി ഒരു ക്ഷേത്രമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രി ആ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇവിടെ മൻമോഹൻ സിംഗ് എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം പബ്ലിസിറ്റിക്ക് പിന്നാലെ പോകാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മറഞ്ഞു കിടക്കുകയാണ്. വിവരാവകാശ നിയമം കൊണ്ടുവന്ന ആരാണ് ഡോക്ടർ അരുണെ? വനാവകാശ നിയമം കൊണ്ടുവന്ന ആരാണ്? ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത് ആരാണ്? ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി ആരുടേതാണ്? പക്ഷേ ഇതൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി പബ്ലിസിറ്റി കൊടുത്ത് സ്വന്തമാക്കാൻ കോൺഗ്രസിനോ അക്കാലത്ത് UPA ഗവൺമെന്റിനോ സാധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ രണ്ടാം UPA ആയപ്പോഴേക്കും കൊണ്ടുവന്ന വിപ്ലവകരമായ നിയമനിർമ്മാണങ്ങൾക്ക് 2G സ്പെക്ട്രം അഴിമതി വന്നു, കൽക്കരി കുംഭകോണം അഴിമതി വന്നു. ഇതെല്ലാം വളരെ വലിയ രീതിയിൽ ഡാമേജ് ചെയ്തു. മാത്രവുമല്ല, സോണിയാഗാന്ധിയാണോ മൻമോഹൻ സിംഗ് ആണോ തലപ്പത്ത് എന്ന ചോദ്യവും ഉയർത്തി. പരിവാർ രാഷ്ട്രീയമെന്നാണ് ഇന്നും നരേന്ദ്രമോദി അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേഡർ രാഷ്ട്രീയം പരിവാർ രാഷ്ട്രീയത്തിനു മേലിൽ അധീശത്വം നേടുന്നു. എന്താണ് മോദിയുടെ വിലയിരുത്തൽ, ശ്രീകുമാർ? അല്ല, അതുകൊണ്ടാണ് ആ ഒരു 2G സ്പെക്ട്രവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ UPA ഗവൺമെൻറ് പുറത്തായെന്നൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം 2014 തൊട്ടല്ലേ നമ്മളൊരു പുതിയ രാഷ്ട്രീയം കണ്ടത്. ഈ 2014 തൊട്ടുള്ള പുതിയ രാഷ്ട്രീയം കാണുമ്പോൾ ഫലപ്രദമായൊരു ഗവൺമെൻറ്റിനെ എങ്ങനെ ഉപയോഗിക്കാം, അതായത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൃത്യമായി BJP മനസ്സിലാക്കിയെന്നുള്ള സത്യമാണ്. കാരണം 1948 മുതൽ ഭരിച്ച അല്ലെങ്കിൽ 50 മുതൽ ഭരിച്ച കോൺഗ്രസിനും അതിൻ്റെ മുന്നണിക്കും കോൺഗ്രസ് പിന്താങ്ങിയ സർക്കാരിനുമൊന്നും നേടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മോദി സർക്കാർ നേടി. പക്ഷേ അത് കോൺഗ്രസിന് ഒരിക്കലും നേടാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഒരു മതേതര ചിന്താഗതി എക്കാലവും ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട്. ഇവിടെ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ടോ ഡോക്ടർ അരുൺ? നമ്മൾ അയോധ്യ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ മണിപ്പൂർ വിഷയം എവിടെ പോയി? അപ്പോൾ പ്രധാനമന്ത്രിയും BJPയും പറയുന്നത് ക്രൈസ്തവർക്ക് ഒരു ക്രിസ്മസ് ദിനത്തിൽ വിരുന്ന് കൊടുക്കുന്നു, ക്രൈസ്തവർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കാമെന്ന് പറയുന്നു. ഇതൊക്കെ എന്നാണ് തുടങ്ങിയത്? തിരഞ്ഞെടുപ്പിന് 4 മാസം മുമ്പല്ലേ ഉള്ളൂ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിന് എത്ര മാസം മുമ്പാണ്? അപ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? അതായത് ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും അവരുടെ ഭക്ഷണത്തിനും അവരുടെ അന്നത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഒക്കെയാണോ മുൻഗണന നൽകേണ്ടത്? അതോ ശ്രീരാമനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾക്കാണോ? അത് നമ്മൾ മനസ്സിലാക്കൂ. ആ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധിയെ സംരക്ഷിച്ചു നിർത്തിയത് മോദി സർക്കാരല്ലേ? അവർക്ക് സ്വന്തമായിട്ട് അവരുടെ നാണം മറയ്ക്കാൻ ആവശ്യമായിട്ട് ശുചിമുറികൾ കൊടുത്തത് ഈ സർക്കാരല്ലേ? അവർക്ക് അവരുടെ അടുക്കളയിൽ ഊതി കാർബൺ ശ്വസിക്കാതെ അവർക്ക് ചായ ഇട്ട് കുടിക്കാൻ വേണ്ടി ഉജ്ജ്വൽ ഗ്യാസ് യോജന കൊടുത്തത് ഈ സർക്കാരല്ലേ? 10 കോടിയാണ് കൊടുത്തത്, സൗജന്യമായി കൊടുത്തത്. 14 കോടിയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് കൊടുത്തത്. 2 പതിറ്റാണ്ട് കൊണ്ടാകെ 18 കോടി കൊടുത്തെങ്കിൽ 1 പതിറ്റാണ്ട് കൊണ്ട് 14 കോടി കൊടുത്ത എൻ്റെ സർക്കാരിനെയല്ലേ ജനം വിശ്വസിക്കുമെന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത്. കണക്കുകൾ വെച്ചാണ് നരേന്ദ്രമോദിയുടെ ഡിഫൻസ്. അവിടെയാണ് ഏത് കണക്ക് എന്ന ചോദ്യം കൂടി പ്രസക്തമാകുന്നത്. ഞാൻ ശ്രീകുമാറിലേക്ക് വരാം. അതിനു മുമ്പ് റഹീം, നേരത്തെ TP ജയചന്ദ്രൻ മാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നതിനോടൊപ്പം ഇന്ന് ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷയായി മുന്നിൽ നിൽക്കുമ്പോഴും തൃണമൂൽ കോൺഗ്രസ് പറയുന്നു, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, ബംഗാളിന് പുറത്ത് ഇന്ത്യ മുന്നണിയാവാം. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും പറയുന്നു, കേരളത്തിൽ CPM-ഓ കോൺഗ്രസോ കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയാവാം. അതേപോലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പറയുന്നു, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ആവാം, പഞ്ചാബിന് പുറത്ത് ഇന്ത്യ മുന്നണിയാവാം. അതായത് 37% വോട്ട് നേടിയ NDA സഖ്യത്തെ നേരിടാൻ ഇന്ത്യ മുന്നണി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ പോലും പിന്തുണയ്ക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് ആ അനൈക്യം ശക്തമാകുന്നത്. ഇനി തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്.
ലോകമെന്നാകെ അങ്ങോട്ട് ചിമ്മുകയാണ്. മണിപ്പൂരൊക്കെ എല്ലാവരും മറന്നുപോയി. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് റഹീം. അതിലേക്ക് ആ പ്രൊപ്പഗൻഡ മെഷീനറി വർക്ക് ചെയ്തു, അതിലേക്ക് കൃത്യമായ കണക്കുകൾ എത്തി. ഇന്നലെ നരേന്ദ്രമോദി ചായ കുടിച്ച മഞ്ജി എന്ന് പറയുന്ന മീരാ മഞ്ജി എന്ന സ്ത്രീ തന്നെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. അവരാണ് പറയുന്നത്, എനിക്ക് പ്രധാനമന്ത്രി തന്ന വീട്ടിൽ താമസിക്കുന്നു, പ്രധാനമന്ത്രി തന്ന ഗ്യാസിൽ ഞാനിതാ ചായ ഇട്ട് കുടിക്കുന്നു. അപ്പോൾ ഇതിനെ നേരിടാൻ ഇന്ത്യ മുന്നണി എത്രമാത്രം ശക്തമാണ്, ഐക്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് റഹീം? അല്ല, ഈ ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ബ്ലോക്ക് കഴിഞ്ഞ 2014 നിന്ന് വ്യത്യസ്തമായി. അങ്ങ് മനസ്സിലാക്കേണ്ടത് 2014 കഴിഞ്ഞ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ടത്. അത് പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും. പക്ഷേ അതിൽ ഈ പറയുന്നത് പോലെ ചില പ്രശ്നങ്ങൾ അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തിയതുണ്ട്. അതെല്ലാം വേറെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ടിരിക്കുന്നു. ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന സാഹചര്യം വലിയ തോതിൽ മാറിയിരിക്കുന്നു. BJP വിജയിച്ചു എന്ന് പറയുമ്പോഴും ചെറിയ മാർജിനിൽ മാത്രമാണ് BJPക്ക് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനായത് എന്ന് കണ്ടുകൊള്ളണം. വലിയ തോതിലുള്ളൊരു ആൻറ്റി ഇൻകുംബൻസി നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, നോട്ട് നിരോധനത്തിൻ്റെ ഇരകളുണ്ട്. ഒരു തുഗ്ലക്ക് പരിഷ്കാരങ്ങളുടെ ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. ക്യാബിനറ്റിനെ പോലും വിശ്വാസത്തിലെടുക്കാത്ത ഒരു കാലം, ഒരു ഏകാധിപത്യത്തിൻ്റെ എല്ലാ അംശവും അതിലുണ്ടായിരുന്നു. പാർലമെൻറ്റിനെ അക്കൗണ്ടബിളായിട്ട് എടുക്കാത്ത ഒരു കാലം. പാർലമെൻറ്റിൽ വരുന്നില്ല, പാർലമെൻറ്റിനോട് ആൻസർ ചെയ്യുന്നില്ല. ഞാൻ ശ്രീ ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്ന് അതിൻ്റെ കാതലായ ചോദ്യം അതായിരുന്നു. 2 തവണ ഞാനത് ആവർത്തിച്ചു, ഇനിയും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രധാനമന്ത്രി പറയുന്നു, ഒന്നും കാണാതെ ഞാനൊന്നും ചെയ്യില്ല. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ച് ലൈൻ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണെന്നേ നോട്ട് നിരോധനം നടത്തിയത്? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് അധികാരത്തിലേക്ക് ഇപ്പോൾ വീണ്ടും നിങ്ങൾ വരണമെന്ന് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ ഇന്ന് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്? ഇന്ത്യയിലെ പരമാവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിങ്ങൾ അടച്ചുപൂട്ടി. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ തന്ന ഒരു തരത്തിൽ ലഭിച്ച ഉത്തരം 25 വിമാനത്താവളങ്ങൾ കൂടി പുതുതായി സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. രാജ്യത്ത് ഓരോ പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി എന്നേക്കുമായി നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങൾ എത്രയാണ്? സ്ഥിരം തൊഴിലവസരങ്ങൾ. രാജ്യത്ത് വലിയ തോതിലാണ് വിലക്കയറ്റം രൂക്ഷമായത്. രാജ്യത്ത് വിലക്കയറ്റത്തിൻ്റെ തോതെത്രയാണ്? നിങ്ങൾ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ? ഞാൻ വിമാനയാത്രക്കൂലിയെക്കുറിച്ച് അങ്ങയോട് സംസാരിച്ചു. രാജ്യത്ത് ഗവൺമെൻറ്റിന് മരുന്നിൻ്റെ വില മുതൽ രാജ്യത്തിൻ്റെ വിമാനയാത്രാക്കൂലിയും ഇന്ധനവും ഉൾപ്പെടെ ഒരു കാര്യത്തിലും ഗവൺമെൻറ് ഒരു നിയന്ത്രണവുമില്ല. ഇവർ പാചകവാതകം കൊടുത്തു എന്നാണ് പറയുന്നത്. പാചകവാതകത്തിന് ഒരു തവണ കൊടുത്തത് കൊണ്ട് മതിയായോ? പാചകവാതകത്തിന് സൗജന്യ കണക്ഷൻ നിരന്തരമായി കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഓരോ വർഷവും കേന്ദ്ര സർക്കാർ പാചകവാതകത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന സബ്സിഡിയിൽ ഗണ്യമായ കുറവുണ്ടായതായി പാർലമെൻറ്റിൽ ലഭിച്ച ഉത്തരം തന്നെ വ്യക്തമാക്കുന്നു. ഗവൺമെൻറ് തന്നെ പറയുകയാണ്. ചെറുതല്ല, വലിയ തോതിലാണ് കുറവുണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായ ഏതെങ്കിലും മനുഷ്യരുടെ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? നിങ്ങളുടെ പരിഗണനയിൽ ഇദ്ദേഹം പറഞ്ഞല്ലോ, എണ്ണി നരേന്ദ്രമോദി പറഞ്ഞു അത്രേ. 2010 മുതൽ ഇങ്ങോട്ട് അരുൺ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി പറയണമായിരുന്നു. 2010 മുതൽ ഇതുവരെയായി അദാനിക്കുണ്ടായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് കൂടി പറയണമായിരുന്നു. അദാനി ഉണ്ടല്ലോ, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി 2014 പാർലമെൻറ്റിലേക്ക് വിമാനത്തിൽ പോകുമ്പോൾ അഹമ്മദാബാദിലെ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന തൻ്റെ സ്വകാര്യ വിമാനം അത് അദാനിയുടേതായിരുന്നല്ലോ. ആ ഉയർച്ച എന്തൊരു ഉയർച്ചയാണ്! അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞു, അങ്ങ് മണ്ണിൽ ചവിട്ടി നിൽക്കണമെന്നെല്ലാം എന്നോട് പറയുന്നുണ്ടായിരുന്നു. മണ്ണിൽ ചവിട്ടി നിന്ന അദാനി ഇന്ന് നിൽക്കുന്നത് ആകാശത്താണ്, ആകാശത്തിന് മുകളിലാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ എന്തെല്ലാമാണ് ഒളിഞ്ഞിരുന്നത്? എന്തെല്ലാം വഴിവിട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൊടുത്തത്? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ കള്ളപ്പണക്കാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരും, രാജ്യത്തിൻ്റെ പുറത്തുപോയ കള്ളപ്പണം മുഴുവൻ കണ്ടെത്തും. നിങ്ങൾ കണ്ടെത്തിയോ? നിങ്ങൾ 2014 നിങ്ങൾ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കള്ളപ്പണക്കാരുടെ കടവിഹിതം എഴുതിത്തള്ളുകയാണ് ചെയ്തത്. രാജ്യത്തെ നിങ്ങൾ കർഷകരെ കുറിച്ച് പറയുന്നു. രാജ്യത്തെ കർഷകർ സംതൃപ്തരാണോ? ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിന് അവർ രാജ്യത്താകെ കർഷകർ ട്രാക്ടർ റാലികൾ നടത്താൻ പോവുകയാണ്. രാജ്യത്തെ കർഷകർക്ക് നിങ്ങൾ 1 വർഷം നീണ്ടുന്ന സമരത്തിനൊടുവിൽ കൊടുത്ത ഒരു ഉറപ്പ് പോലും പാലിച്ചിട്ടില്ല. ആ കർഷകർ സംതൃപ്തരാണെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോട്? രാജ്യത്തെ കായിക താരങ്ങൾ സംതൃപ്തരാണോ? ഈ കണ്ണുനീരണിഞ്ഞ് എത്ര കായിക താരങ്ങളാണ്
സ്വന്തം ബൂട്ടുപേക്ഷിച്ചത്, രാജ്യം നൽകിയ ആദരവുകൾ തിരിച്ചു കൊടുത്തത് എത്ര പേരാണ്? സംതൃപ്തരാണെന്നാണോ? ആരാണ് സംതൃപ്തർ? ചോദ്യങ്ങൾ വളരെ നിങ്ങൾ ഈ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് ടി പി ജയചന്ദ്രൻ മാസ്റ്ററിന്റെ മറുപടി കൂടി വേണം. സാധാരണക്കാരായ വരാം. മനുഷ്യർ- റഹീം അതിനുള്ള മറുപടി കൂടി കേട്ടിട്ട് നമുക്ക് വരാം. ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, കർഷകരുടെ മാത്രം ആത്മഹത്യാ കണക്കെടുത്താൽ 2020 മാത്രം പൊലിഞ്ഞത് 10,400 കർഷകരുടെ ജീവിതങ്ങളാണ്. 1 ലക്ഷം കോടിയാണ് കോർപ്പറേറ്റുകളുടെ ടാക്സ് ഇളവിന് വിധിച്ചത് മോദി സർക്കാർ. അതേസമയം കർഷകരുടെ കാര്യത്തിൽ ആത്മഹത്യാ നിരക്ക് ഓരോ വർഷവും ശരാശരി 10,000-ലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഇന്ന് ഈ ഗ്യാൻ എന്ന് പറഞ്ഞൊരു പദപ്രയോഗത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞ ഈ അന്നദാത എന്ന് പറയുന്ന കർഷകരുടെ ആത്മഹത്യക്കുള്ള മറുപടി നരേന്ദ്രമോദി പറയണ്ടേ? ഈ ബ്രിജ്ഭൂഷണെതിരായ ഒരു ചിരൽവിരി പോലും അനക്കാതെ നിൽക്കുമ്പോൾ സാക്ഷി മാലിക്കും വിനേഷ് ഫോർഗട്ടും അടക്കമുള്ളവർ, പുനിയും അടക്കമുള്ളവർ തെരുവിലുപേക്ഷിച്ച മെഡലുകൾ അവിടെ നോക്കി നിന്ന് നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ? അതിന് നരേന്ദ്രമോദിക്ക് മറുപടിയുണ്ടോ? ഈ ഡിമോണിറ്റൈസേഷൻ പ്രകാരം 82 ജീവനുകൾ നഷ്ടമായ രാജ്യത്ത് അവരുടെ കുടുംബത്തോട് മറുപടിയുണ്ടോ? കള്ളപ്പണം കൊണ്ടുവന്നോ പൂർണ്ണമായും തിരിച്ച് ഈ നാട്ടിൽ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിക്കൊപ്പം മണിപ്പൂരിലെ ജനതയുടെ തേങ്ങുന്ന വിലാപം ഒരു ചോദ്യമായി നമ്മുടെ മുന്നിലില്ലേ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ? അതുകൊണ്ട് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഈ അയോധ്യയും പ്രഭാവലയത്തിനും അപ്പുറവുമാണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ കെൽപ്പുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനു കൂടി പ്രധാനമന്ത്രി ഉത്തരം നൽകേണ്ടതല്ലേ മൻ കി ബാത്തിനു പകരം? അരുണേ, ഒരു ക്ഷമാപണത്തോടെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്റ്റുഡിയോയുമായുള്ള ശബ്ദ സംവിധാനത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ട് ചോദിച്ച പല ചോദ്യങ്ങളും, റഹീം ചോദിച്ച പല ചോദ്യങ്ങളും ആദ്യഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. സമയം എനിക്ക് അനുവദിക്കുമെന്ന് ഞാൻ അറിയില്ല. ഞാൻ താങ്കളോട് പറയുന്നത്, മണിപ്പൂർ താങ്കൾ നേരത്തെയും പറഞ്ഞു. സർ, മണിപ്പൂരിൻ്റെ തേങ്ങയിൽ തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ കേട്ടു. കേരളത്തിലെ ആളുകൾ കണ്ടതല്ല, അവരനുഭവിച്ചത് എന്നുള്ളതല്ലേ. മിസോറാമിലൊരു തെരഞ്ഞെടുപ്പ് നടന്നു അരുണ. ഇപ്പോൾ മിസോറാമിൽ നേരത്തെ BJPക്ക് 1 സീറ്റായിരുന്നു, അതും ഒരു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവൻ. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇത് അനുഭവിച്ച തേങ്ങലുകാരുടെ പ്രതിനിധി BJPയിലേക്ക് എത്തി, മത്സരിച്ചു, നേരെ ഇരട്ടിയായി. അല്ല സർ, ഇതൊക്കെയല്ലേ നമ്മളെ ജനാധിപത്യത്തിൻ്റെ ഉരകൽ എന്ന് പറയുന്നത്? കേരളത്തിലെ കൈരളിയിലും ദേശാഭിമാനിയിലും വരുന്ന വാർത്തകളല്ല, ജനം നേരിട്ട് അനുഭവിക്കുന്നതല്ലേ. ഇനി താങ്കൾ ചോദിച്ചു നോട്ട് നിരോധനത്തിൻ്റെ പ്രത്യാഘാതം എന്തൊക്കെയാണ് സർ? സർ, നിങ്ങളെ ഭരിച്ച് നരേന്ദ്രമോദി അധികാരം ഏൽപ്പിക്കുമ്പോൾ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് ഭാരതം ഗ്ലോബൽ ഫ്രൈറ്റ് എക്കോണമിയിലേക്ക് കുതിക്കുമ്പോൾ ഭാരതം ഇന്ന് 5ാം സ്ഥാനത്താണ്. ഒരു തവണ കൂടി കഴിയുമ്പോൾ ലോകത്ത് 3ാം സ്ഥാനത്തെത്തും. ഡാറ്റകൾ വേണോ നിങ്ങളുടെ മുമ്പിൽ? IMFൻ്റെ, ADBയുടെ, ലോകബാങ്കിൻ്റെ മികച്ച വളർച്ചാ നിരക്ക്. ഞാൻ പറഞ്ഞു, ഈ ലോകം ഇന്ന് സാമ്പത്തിക മന്ദപ്പെട്ടുകൊള്ളുമ്പോൾ നിങ്ങളുടെ റഷ്യയെ മറികടന്നുകൊണ്ട്, ചൈനയെ മറികടന്നുകൊണ്ട് ഭാരതത്തിൽ 6.8 ആണ്. അത്ഭുതകരമായ വളർച്ചയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നിഷ്ക്രിയാർത്തി 7 വർഷത്തെ താഴ്ന്ന നിരയിലാണെന്ന് വളരെ കൃത്യമായിട്ട് റഹീമെ, ഇത് കൃത്യമായിട്ട് ബാങ്കുകളുടെ കണക്കുകൾ സൂചിപ്പിക്കും. 41.4 crore ലോകത്തിലെ സർവകാല റെക്കോർഡാണ് ദാരിദ്ര്യ രേഖയുടെ മുക്തരായ ജനങ്ങളുടെ അംഗം. 41.5 crore. ഞാൻ പറഞ്ഞു നേരത്തെ, മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സ് യുനെസ്കോയുടെ കണക്കാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സർ. 81.4 കോടി ജനങ്ങളാണ് റഹീമെ. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ? കഴിഞ്ഞ 4 വർഷമായിട്ട് 1 നയാ പൈസ കൊടുക്കാതെ ഭക്ഷ്യധാന്യം വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നവർ. ഇനി 5 വർഷം കൂടി അത് തുടരും. ഇത് അദാനിക്കല്ല, ഈ രാജ്യത്ത് ഗ്യാസ് കണക്ഷൻ കിട്ടിയത്, ഇവിടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഇൻകം ടാക്സുകാരല്ല, കുടിവെള്ളം കിട്ടുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കാണ്. ഇനി അദാനിയെ കുറിച്ച് പറയുമ്പോൾ അദാനി പാർട്ടി ഓഫീസിലെ ചോദ്യം, ഈ ഗ്യാസിന്റെ സബ്സിഡി 3,350 കോടിയിൽ നിന്ന് 840 കുറച്ചതല്ലേ? അരുണേ, നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുമോ, പുതിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ഒന്ന് തീർത്തിട്ട് പോരെ നമുക്ക് ചോദ്യം. സബ്സിഡിയെ കുറിച്ച് അരുണിന്റെ കാഴ്ചപ്പാട് എന്താ? ഇത് ആരെങ്കിലും വെറുതെ അല്ല, അരുൺ നിങ്ങൾ ചോദിച്ച ഉത്തരം തന്നെ ഞാൻ പറയാം. ഈ സബ്സിഡി എന്ന് പറയുന്നത് ആരെങ്കിലും വെറുതെ കൊടുക്കുന്നതാ? സബ്സിഡി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നികുതി പണത്തിൽ നിന്നും എടുത്ത് ഗവൺമെന്റ് കൊടുക്കുന്നത്. BJP പറയുന്നു അങ്ങനെ സൗജന്യത്തിൽ ജീവിക്കേണ്ടവരല്ല. ഈ രാജ്യത്തെ ഈ ശ്രേണിയിൽ നിൽക്കുന്നവർ മത്സരാധിഷ്ഠിത സമൂഹത്തിൽ ഒരു സർക്കാരിന്റെ പരിഗണനയും പിന്തുണയും നൽകിക്കൊണ്ട് അവർ സ്വയം മീൻ ദിവസവും വാങ്ങിക്കൊടുക്കുന്നതിന് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ചോദ്യം അരുൺ ചോദിച്ചില്ലേ? അരുണെ ഒരുപാട് ചോദ്യം ചോദിച്ചില്ലേ? അല്ല, ചോദ്യങ്ങൾ ഉണ്ടാവും സാർ, സ്വാഭാവികമായി. കണക്കുകളല്ലേ നമ്മുടെ മുന്നിൽ. അങ്ങാണ് പറഞ്ഞത് കണക്കുകൾ വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കണക്ക് വെച്ച് സംസാരിച്ചത്. ഞാൻ കണക്കിനെ കുറിച്ചല്ല ആദ്യം വന്നത്, ഞാൻ മിസോറാമിനെ കുറിച്ച് ഞാൻ കണക്കുകൾ തീർത്തില്ല അരുൺ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ കണക്കുകൾ ഞാൻ തീർത്തില്ല.
ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റഹീം വേണ്ട നിങ്ങൾ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM കുറിച്ച് എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ഡാറ്റകൾ തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് CPM-ന്റെ പ്രതിനിധിയായിട്ട് അങ്ങനെ കാണണ്ട. എനിക്ക് ചോദ്യമുണ്ട് അങ്ങയോട്. അങ്ങ് ഉത്തരം പറഞ്ഞോളൂ. അങ്ങേക്ക് ഞാൻ സമയം തരാം. കാര്യം അങ്ങയാണ് BJP പ്രതിനിധീകരിക്കുന്ന. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഒരുപാട് ചോദിച്ചില്ലേ? നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെന്നേ, എന്നിട്ട് പോരെ പുതിയ ചോദ്യം. നിങ്ങൾ ചോദിച്ചിടത്തേക്ക് ഞാൻ വരെ GST കുറിച്ച് താങ്കൾ ചോദിച്ചു. ബഹുമാനപ്പെട്ട MP, ഭാരതത്തിന്റെ GST-യുടെ പ്രതിമാസം വിഹിതം എത്രയാണെന്നറിയോ? ഇന്ന് ഇന്ത്യൻ ഖജനാവിലേക്ക് വന്നുകൊണ്ടിരുന്ന GST-യുടെ അളവ് താങ്കൾക്ക് അറിയുമോ? കേരളത്തിലും നിങ്ങളുടെ നേതാവും പണ്ട് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ ബുദ്ധിരാക്ഷസനായ ധനകാര്യമന്ത്രി അദ്ദേഹത്തെക്കുറിച്ച്. ഒന്ന് ദേശാഭിമാനിയും കരുതൊന്ന് മറിച്ചു നോക്കിയാൽ മതി. ഇനി അരുൺ ചോദിച്ച ചോദ്യം, അഞ്ചാം സാമ്പത്തിക ശക്തി, മൂന്നാം സൈനിക ശക്തി, 600 കോടി രൂപയുടെ യുദ്ധോപകരണം കയറ്റി വന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ അമൃതകാല പദ്ധതിയിലൂടെ 6 ലക്ഷം കോടിയിലേക്ക് ഉയർന്നു. സോളാർ പ്ലാന്റ് നിർമ്മാണത്തിൽ ലോകത്തിലെ 2ാം സ്ഥാനത്ത്, സമ്പദ് വ്യവസ്ഥയിൽ ഫ്രാൻസിനെയും ബ്രിട്ടനെയും പിന്തള്ളി, വാഹന വിപണിയിൽ 4ാം സ്ഥാനത്ത്, വൈദ്യുതി ഉൽപാദനത്തിൽ 3ാം സ്ഥാനത്ത്. ഞാൻ ആ പട്ടിക വായിക്കുന്നത് എന്റെ മുമ്പിലുള്ളത്. ഭാരതത്തിന്റെ ഒരു ഭാഗത്തുള്ള നേട്ടം. അരുണേ, ഈ കർഷക മേഖലയിലൊക്കെ ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം. നിങ്ങൾ വലിയ ബഹളം കേരളത്തിൽ ഉണ്ടാക്കിയല്ലോ. അങ്ങ് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ അങ്ങ് ശരിയാക്കി കളയും, പഞ്ചാബിലും ഹരിയാനയിലും UP-യിലും ഒക്കെ ഇതാ കർഷകർ ഞങ്ങളുടെ കൂടെ വന്നു. അരുൺ അറിയോ എൻ്റെ മുമ്പിലുള്ള ചിത്രം? എത്ര സീറ്റ് ഉണ്ടായിരുന്നു ഈ പാർട്ടിക്ക് UP-യിലും ഈ പറയുന്ന കർഷക മേഖലകളിൽ? കെട്ടിവെച്ച കാശ് എത്ര സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ? 4 സംസ്ഥാനങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ അരുൺ അറിയോ ഈ കർഷക പാർട്ടിക്ക് കിട്ടിയത് 0.96 എന്ന് പറഞ്ഞാൽ 1% വോട്ടില്ല. 100 ആൾ വോട്ട് ചെയ്താൽ ഒരാൾ തികയില്ല അരുണേ. രാജസ്ഥാനിലെ ദുംഗാർഡ് ബാദ്രി എത്ര വോട്ടാ CPM-ന് ജയിച്ചെടുത്ത് ഇപ്പൊ കിട്ടിയത് നിങ്ങൾക്കറിയോ? ഇതൊക്കെ നമുക്ക് കേരളത്തിൽ വന്ന് പറയാൻ സുഖമാണ്. ഇതൊരു പക്ഷേ ഇത് പലരെയും പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ പോകുന്ന കരുത്താണ്. 38% അവരുടെ വോട്ടിംഗ് പെർസെന്റേജ്. നിങ്ങൾക്കുള്ളത് 37%. ഏത് കണക്കിൽ വെച്ച് നോക്കിയാലും ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തുല്യമായ, BJP-ക്ക് തുല്യമായ ഒരു വോട്ടിംഗ് പെർസെന്റേജ് ആണ് അവർ. CPM ഒറ്റയ്ക്ക് നിന്നാൽ BJP-യോട് എതിരിടാൻ കഴിയില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാലും എതിരിടാൻ കഴിയില്ല. BJP അതിനെയെല്ലാം മറികടന്ന് ഏറ്റവും വലിയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അതാണ് മോദി മാജിക്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ ചോദിച്ചു, ഡിമോണിറ്റൈസേഷൻ. നരേന്ദ്രമോദി എല്ലാം മനസ്സിലാക്കുന്ന വലിയ മാജിക്കുകാരനല്ലേ? എന്തുകൊണ്ടാണ് തുടക്കം ഡിമോണിറ്റൈസേഷൻ ആണെങ്കിൽ ഒടുക്കം എന്തുകൊണ്ട് ഇങ്ങനെയാകുമെന്ന് അറിയാതെ പോയി? എന്തുകൊണ്ടാണ് ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ പരാജയപ്പെടേണ്ടി വന്നത് നരേന്ദ്രമോദി സർക്കാരിന്? കർഷക ബില്ലുകൾ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നില്ലേ ഈ സർക്കാരിന്? അരുൺ ചോദിച്ചല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ത്യ മുന്നണി ആദ്യമായിട്ട് ഈ ഓജി തെരഞ്ഞെടുപ്പ് എവിടെയാണ് നടന്നത്? അങ്ങ് ത്രിപുരയിലല്ലേ? ത്രിപുരയിൽ 66% ഉണ്ടായിരുന്നു ബോക്സ നഗറിലെ മുസ്ലിം ജനസംഖ്യ. എന്തേ നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് മത്സരിച്ചപ്പോൾ എത്ര വോട്ടായിരുന്നു അവിടെ കിട്ടിയതൊന്ന് പറയുമോ നിങ്ങൾ? ബോക്സ നഗറിൽ ജയിച്ച കഴിഞ്ഞ മത്സരിച്ചെടുത്ത് 3909 വോട്ട്. എന്റെ മണ്ഡലങ്ങൾ ഞാൻ പറയണോ? കർണാടക തെരഞ്ഞെടുപ്പ് നടന്നു. കർണാടക തെരഞ്ഞെടുപ്പ് ഗോൾഡ് ഫീൽഡ്, സ്വർണ്ണഖനി. ഞാൻ ചോദിച്ച, നേരത്തെ റഹീം ഉന്നയിച്ച, നേരത്തെ ശ്രീകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആക്ച്വൽ ടേംസിലുള്ള മാൽ ന്യൂട്രീഷന്റെ കണക്ക്, തൊഴിലില്ലായ്മയുടെ കണക്ക്, ഡിമോണിറ്റൈസേഷന്റെ കണക്ക്, കർഷക ആത്മഹത്യയുടെ കണക്ക്, കോർപ്പറേറ്റുകൾക്ക് എഴുതിത്തള്ളിയ ടാക്സിന്റെ കണക്ക്, സബ്സിഡി കുറച്ച്. മാൽ ന്യൂട്രീഷന്റെ കണക്ക് ആരുടെ പഠന റിപ്പോർട്ടാണ് അരുണേ? അരുൺ, മാൽ ന്യൂട്രീഷൻ കണക്ക് ഏത് ഏജൻസിയുടെ കണക്കാണ്? അരുൺ ഒന്ന് പറയൂ, ഏത് ഏജൻസിയുടെ കണക്കാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് മാൽ ന്യൂട്രീഷനിൽ? യുനിസെഫിന്റെ കണക്ക് തന്നെയാണ്. യുനിസെഫിന്റെ കണക്ക് പ്രകാരം 1/3 ഇന്ത്യക്കാരാണ്. എവിടെയാണ് യുനിസെഫിന്റെ കണക്കിലുള്ളത്? അപകടകരമാംവിധം സബ് സഹാറൻ രാജ്യങ്ങളുടെ സമാനമാണ് കണക്കുകൾ എന്നാണ്. അങ്ങയുടെ കയ്യിലുള്ള കണക്കൊന്ന് പറയൂ തിരിച്ച്. അല്ല, ഞാൻ തിരിച്ചു പറയാം. നീതി ആയോഗ് ഈ രാജ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് ദാരിദ്ര്യരേഖയുടെ ഓവർകമ്മിങ് കണക്ക്, നീതി ആയോഗിന്റെ മാത്രമല്ല UN-ന്റെ കണക്ക്, മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സിന്റെ കണക്ക്. ഇനി അരുണ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 2014 മുമ്പുള്ള ഇന്ത്യയിലും ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ മാൽ ന്യൂട്രീഷൻ കണക്കും ഈ ന്യൂട്രീഷൻ കണക്കും ഈ ഡെത്ത് റേറ്റും ഈ പോവർട്ടി ലൈനും ഒന്ന് അരുൺ താരതമ്യം ചെയ്യുമോ? അരുണ, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള 60 കൊല്ലം കഴിഞ്ഞു ഇന്ത്യ രാജ്യം, ഈ 2 മുന്നണിക്കാർ ഒരുമിച്ച് ഭരിച്ചിട്ട്. ഇനി കേരളത്തിലെ കണക്കറിയോ അരുണ്? ഞാൻ വീണ്ടും പറയാം. മാൽ ന്യൂട്രീഷൻസിൽ ഏത് ജില്ലയാണ് ഏറ്റവും മുമ്പിൽ? ഒന്ന് കണക്ക് പറയൂ നിങ്ങൾ. ഡാറ്റ എടുക്കാൻ സമയം തന്നാൽ ഞാൻ എടുത്തു പറയാം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രായോഗിക തലത്തിൽ കാണിക്കണം. വിലവർദ്ധനവിന്റെ കാര്യം ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം എന്റെ സുഹൃത്ത് നൽകിയോ?
പെട്രോൾ, ഡീസൽ, കർണാടക വില, കേരളത്തിലെ വില, മണ്ണെണ്ണ, വൈദ്യുതി, കുടിവെള്ളം, ഭൂനികുതി, കെട്ടിട നികുതി. ഇവിടെ സാർ ധൂർത്തിന് പണം കിട്ടണം. ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ എങ്കിൽ പിടിച്ച് അദാനിയെ കുറിച്ച് പറയും. അദാനി ഒരു പാർട്ടി ആഫീസിലേ അരുണേ കയറിയിട്ടുള്ളൂ. BJP ആഫീസിൽ ഇന്നേ വരെ കയറി വന്നിട്ടില്ല. ഒറ്റ ആഫീസിൽ. ചിത്രം വേണോ? ഭാരതത്തിൽ പത്രങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരുടെ ഇതൊക്കെ നിങ്ങൾ വാദത്തിന് വേണ്ടി പറയാം. ഇതൊക്കെ പറയുമ്പോഴും ഈ ഉന്നയിച്ച വാദങ്ങളൊക്കെ മുനയൊടിയുകയല്ലേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും. ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ ഉരകൽ എന്ന് പറയുന്നത് ജനാഭിപ്രായമല്ലേ? അവിടെയാണ് BJP പറയുന്നത് ഈ രാജ്യത്ത് ഞങ്ങൾ ഭൂരിപക്ഷം ജനങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള ആത്മവിശ്വാസം. ഞാൻ തിരിച്ചു വരാം. മറ്റു പാലറ്റ് മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. അതിഥികൾക്ക് 2 മിനിറ്റ് വീതം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസാന റൗണ്ടാണ്. എൻ ശ്രീകുമാർ, 16 സംസ്ഥാനങ്ങളിൽ BJP ഭരണസാരഥ്യത്തിലുണ്ട്. അവരുടെ സാന്നിധ്യമായി 8 സംസ്ഥാനങ്ങളിലാണ് പ്രധാന പ്രതിപക്ഷമായി BJP ഉള്ളത്. ഈ BJPയെ മറികടക്കാൻ നിലവിൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ള ആഖ്യാനം എന്താണ്? അങ്ങനൊരു നരേറ്റീവ് വേണമല്ലോ. മോദിയെ മറികടന്നു പോകാൻ, സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്താണ് ഈ പ്രതിപക്ഷ മുന്നണിയുടെ കയ്യിലുള്ളത്? പറയാനൊരു മെസ്സേജ് വേണമല്ലോ. എന്താണ് ആ മെസ്സേജ്? ഡോക്ടർ അരുൺ, ചോദ്യം ചോദിക്കുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള അവസരമെങ്കിലും എനിക്ക് തരണമായിരുന്നു. നേരത്തെ നിങ്ങളത് ചെയ്തില്ല. ഇവിടെ BJPയുടെ പ്രതിനിധിക്ക് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അവസരം കൊടുത്തു. പക്ഷേ നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടോ? ഉണ്ടോ? രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിച്ചോ അദാനി വിഷയത്തിൽ? ഈ അടുത്ത കാലത്ത് എത്ര പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു? ഇതൊന്നും നമുക്ക് ചർച്ചയാക്കണ്ടേ? ഇവിടെ നമ്മൾ BJPക്കാർ ഒരുപാട് വിഷയങ്ങളും അതൊക്കെ പറയുമ്പോൾ കണക്കുകൾ എല്ലാവർക്കും പറയാവുന്ന ഒരു കുഴപ്പമില്ല. കണക്കുകൾ പറയാത്ത ഏക പ്രധാനമന്ത്രി UPA ഗവൺമെൻറ്റിൻ്റെ മൻമോഹൻ സിംഗ് മാത്രമാണ്. പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ BJPക്ക് ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള നോക്കൊക്കെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ BJP ഉണ്ടോ ഡോക്ടർ അരുൺ? ഏത് സംസ്ഥാനത്താണ് BJP ഉള്ളത്? 10-28 സംസ്ഥാനങ്ങളിലും ഒക്കെ അത് മനസ്സിലായി. ഞാൻ പറഞ്ഞു വരാം. 10-28 സംസ്ഥാനങ്ങളിൽ 5-6 സംസ്ഥാനങ്ങളാണ് മര്യാദയ്ക്ക് ജയിച്ചത്. അത് 3 ഇത്തവണയാണ് ജയിച്ചത്. ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ചാക്കിട്ടുപിടുത്തത്തിലൂടെയൊക്കെയല്ലേ അധികാരത്തിൽ വന്നത്. ഈ ദക്ഷിണേന്ത്യയിൽ പോണ്ടിച്ചേരി നിങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് പോണ്ടിച്ചേരി കിട്ടിയത്? അപ്പോൾ ഇതൊരു ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പറയുമ്പോൾ അടുത്ത വർഷം ഞങ്ങൾ തന്നെ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്കത് വാർത്തയാകും. പക്ഷേ രാഹുൽ ഗാന്ധി ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒന്നിനും ഉത്തരമില്ല. ചോദ്യങ്ങൾ പോലും പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾ ഭയപ്പെടുകയാണ്. അങ്ങനെ ഒരു കാലത്താണ് ഈ BJPയുടെ ഗീർവാണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അരുൺ മനസ്സിലാക്കണം. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ എന്താണ് നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് ചോദിച്ചു നോക്കിയേ. അവർ നേരത്തെ റഹീം പറഞ്ഞ പോലെ നോട്ട് നിരോധനമല്ലാതെ എന്താ നമ്മുടെ മനസ്സിൽ വരുന്നത്? നേരെ മറിച്ച് UPA ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്താണെന്ന് ചോദിച്ചൊക്കെ 4 പദ്ധതി മുന്നിൽ വരില്ലേ ഡോക്ടർ അരുൺ? ഭക്ഷ്യസുരക്ഷയും വിവരാവകാശ നിയമം മാത്രം പോരെ? തൊഴിലുറപ്പ് പദ്ധതി മാത്രം പോരെ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറേ കാര്യങ്ങൾ നിരത്തിയതുകൊണ്ടായില്ല. പ്രതിപക്ഷം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒന്നിച്ചത്? ആദ്യം ജനാധിപത്യത്തിലേക്ക് ജനാധിപത്യം ആദ്യം പുനഃസ്ഥാപിക്കപ്പെടണം. അതുകൊണ്ടാണ് ഭരണഘടന സംരക്ഷിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് യാത്ര നടത്താൻ പോകുന്നത്. ഭരണഘടന സംരക്ഷിക്കുക വെച്ചാൽ ഭരണഘടന സംരക്ഷിച്ചാൽ മാത്രമേ ഇവിടെ പ്രതിപക്ഷത്തിന് സ്ഥാനം ഉണ്ടാവുള്ളൂ. ജവഹർലാൽ നെഹ്റു AKGയെ പ്രതിപക്ഷ നേതാവാക്കിയ രാഷ്ട്രമാണെന്ന് ആലോചിക്കുക. നമ്മൾ ഇവിടെ പ്രതിപക്ഷ MPമാരെ എല്ലാ ദിവസവും സസ്പെൻഡ് ചെയ്യുകയാണ്. അതൊന്നും നമുക്ക് ചർച്ചയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് കൊടുത്തു, സബ്സിഡി കൂട്ടി, അതാണോ? ചോദ്യം ഉന്നയിക്കാൻ അവസരം കൊടുക്കണ്ടേ? ഇവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ അവസരം കൊടുക്കണ്ടേ? രാഹുൽ ഗാന്ധി വിദേശത്ത് പോയപ്പോൾ ഇവിടെ പ്രചാരണം നടത്തി. എനിക്ക് സംസാരിക്കാൻ അനുവദിക്കാൻ പറഞ്ഞപ്പോൾ അന്ന് സസ്പെൻഡ് ചെയ്തു ഒരു കേസിൻ്റെ പേരിൽ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഡോക്ടർ അരുൺ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രധാനമന്ത്രി പറയുന്നതിന് വലിയ പബ്ലിസിറ്റി കിട്ടും. പക്ഷേ ദക്ഷിണേന്ത്യയിൽ BJPയുടെ ഭരണമുണ്ടോ? ഇല്ല. ഉത്തരേന്ത്യയിലെ ഭരണം എങ്ങനെ കിട്ടി നമ്മൾ ആലോചിക്കണം. പക്ഷേ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ, അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ മറന്നുപോവുകയാണ്. അത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ മറക്കുമ്പോഴാണ് ഈ അയോധ്യ വിഷയത്തിൽ ചർച്ച പൊക്കിക്കൊണ്ടുവരുന്നത്. ഇന്ന് ആ ചർച്ചയല്ലേ ഇവിടെ പർവ്വതീകരിച്ച് നിൽക്കുന്നത്? കോൺഗ്രസ് പോകണോ പോകണ്ടോ എന്നുള്ള ചർച്ച മാത്രമല്ലേ വരുന്നത്? അവിടെ വേറെ ഏതെങ്കിലും ജനകീയ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ടോ? ആ ജനകീയ പ്രശ്നം ചർച്ച ചെയ്യണമെങ്കിൽ ഇവിടെ പ്രതിപക്ഷത്തിന് വ്യക്തമായൊരു സ്വാധീനം ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയാൻ കഴിയാതെ പോകുന്നത്. അതും ചർച്ച ചെയ്യണമല്ലോ നമ്മൾ. BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആർക്കാണ് ആഗ്രഹം? ഇവിടുത്തെ ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം BJP പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് അവിടെ പോകണമെന്നാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ആഗ്രഹം.
അത് അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാം. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പ്രധാനമന്ത്രി ഒരു പ്രസംഗം നടത്തി, റോഡ് ഷോ നടത്തിയിട്ട് 2024 എനിക്കുള്ളതാണെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അഭിരമിച്ചിട്ട് കാര്യമില്ല. അത് പ്രധാനമന്ത്രിയുടെ വാക്ചാതുര്യമുണ്ടൊക്കെ നടന്നേക്കാം. പക്ഷേ കോൺഗ്രസുകാരുടെ മുന്നിലുണ്ട്, പള്ളി പൊളിച്ചെടുത്ത് കാലു വയ്ക്കുമോ കോൺഗ്രസേ എന്ന ചോദ്യം. ഡോക്ടർ അരുൺ, ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ കിട്ടിയതാണ് ഈ ഗവൺമെൻറ്, അറിയാമല്ലോ. അന്നും ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമാണത്. ഇന്നും ബാബറി മസ്ജിദ് തകർത്ത കാര്യം കമ്മ്യൂണിസ്റ്റുകൾ ഉന്നയിക്കും, അത് രാഷ്ട്രീയമാണ്, അതവിടെ ചർച്ച ചെയ്യപ്പെടട്ടെ. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഇപ്പോഴുള്ള ഇന്ത്യ എന്ന മുന്നണി, ആ മുന്നണി ഈ 2024 രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ ന്യായയാത്ര നടത്തി അയോധ്യ വഴി പോകുമ്പോൾ വലിയ മാറ്റം സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, ആരാണ് ഇവിടെ കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്? സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ കിട്ടുന്ന റൊട്ടിയാണ്, കപ്പടയാണ്, മഖാനാണ്, റാമാണ് അവരുടെ മുന്നിലെ ഈ ഭരണഘടനയായി അവർക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അത് ഉറപ്പാക്കുന്നു എന്നതാണ് മോദിയുടെ പ്രഖ്യാപനം. റഹീം, അങ്ങയുടെ ഊഴമാണ്. ശ്രീ റഹീം നേരത്തെ ചോദിച്ച ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ഉന്നയിച്ച കണക്കുകൾക്കും ഒപ്പം ശ്രീകുമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. അല്ല, ഞാൻ ഭരണഘടനയുടെയും ജനാധിപത്യ അവകാശങ്ങളും ഇപ്പോൾ പറയുന്നില്ല. ഞാൻ കപ്പടയിലേക്കും റൊട്ടിയിലേക്കും തന്നെ വരാം. ഇവിടെ ഗ്യാസ് ആണല്ലോ, ഉജ്ജ്വല യോജനയാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? രാജ്യത്ത് ഇക്കഴിഞ്ഞ നവംബർ 1 കേരളപ്പിറവി മലയാളികൾക്ക് മറക്കാനാകുമോ? ആ കേരളപ്പിറവിയിൽ കേരളത്തിനും രാജ്യത്തിനും നൽകിയ നരേന്ദ്രമോദിയുടെ സംഭാവന എന്ന് പറയുന്നത് പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ച ദിവസമായിരുന്നു. അത് പാചകവാതകത്തിന് അന്ന് ഈ പറയുന്ന ദിവസം മാത്രം 100 രൂപയാണ്, 101 രൂപയാണ് ആ ഒരു ദിവസം കൂട്ടിയത്. കഴിഞ്ഞ ഒക്ടോബറിൽ 209 രൂപ കൂട്ടി. ആലോചിച്ച് നോക്കൂ, ഒരു മാസത്തിനിടയിൽ ഒരു മാസത്തിൽ ഒക്ടോബറിൽ 209 രൂപ കൂട്ടി, തൊട്ടു പിന്നാലെ പാചകവാതകത്തിന് 101 രൂപ കൂട്ടി. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. ഇതിനനുസരിച്ച് ആനുപാതികമായി രാജ്യത്തെ ജനങ്ങളുടെ ജീവിത വരുമാനം വർദ്ധിക്കുന്നുണ്ടോ? വരുമാനം വർദ്ധിക്കുന്നില്ല, ദൈനംദിന ചിലവ് ഉയരുന്നു. കടം വാങ്ങിക്കാതെ കഴിഞ്ഞു പോകാനാകുന്നില്ല. ഇനി അടുത്ത പാർലമെന്റിൽ എൻ്റെ തന്നെ ചോദ്യത്തിന് പ്രകൃതിവാതക വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയാണ്. 4 വർഷത്തിനിടെ സബ്സിഡി ഇനത്തിൽ വെട്ടിക്കുറച്ചത് 30,000 കോടിയിലധികം രൂപ. രാജ്യസഭയിൽ എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിയതാണ്. അപ്പോൾ ഇതല്ലേ ഇതിൻ്റെ കണക്ക്? നമ്മൾ കപ്പടയെക്കുറിച്ച് തന്നെ സംസാരിക്കാം, വസ്ത്രത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇനി ദരിദ്രരെക്കുറിച്ചും ദളിതരെക്കുറിച്ചും സംസാരിക്കാൻ വരൂ. SC വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ 17.8% വർധനവ് നരേന്ദ്രമോദി ഗവൺമെൻറ് കാലത്താണ്. ST വിഭാഗങ്ങൾക്കുതിരെ 23% വർധനവ്. BJP ഗവൺമെൻറ് കീഴിൽ ദളിതരും ദരിദ്രരും അസംതൃപ്തർ മാത്രമല്ല, അവർ ആക്രമിക്കപ്പെടുന്നു എന്ന് കൂടിയല്ലേ. ഇതാണ് രാജ്യത്തെ അവസ്ഥ. നിങ്ങൾ നോക്കൂ, ST വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ 23%. ഇന്ത്യയിൽ ഏറ്റവും അധികം SC വിഭാഗങ്ങൾ ആക്രമണത്തിനിരയാകുന്നത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ. 2017 അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ 2021 14% UP മാത്രം SC വിഭാഗങ്ങൾക്കെതിരായ ആക്രമണം വർദ്ധിച്ചത്. പാർലമെന്റിൽ എനിക്ക് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നതാണ്. ST വിഭാഗം ഇതിന് സമാനം തന്നെയാണ്. ഞാൻ വായിച്ച് ഒരുപാട് സമയം കളയുന്നില്ല. എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഈ ST വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ഇതല്ലേ അപ്പോഴും ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നത് പോലെ ഈ 16 സംസ്ഥാനങ്ങളിലും അത് BJPയുടെ ഭരണ സാന്നിധ്യമുണ്ട്. റഹീം, ജനങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. ജനങ്ങൾ ഈ പ്രഭാവലയത്തിലാണ്. പറയട്ടെ അല്ല അരുൺ ഒരു മിനിറ്റ് കേൾക്കൂ. കണക്കിലൂടെ പറയുന്നുണ്ടല്ലോ, ഞാൻ അതിന്റെ പൊളിറ്റിക്സ് പിന്നെ പറയാം. ഹർദീപ് സിംഗ് പുരി പാർലമെന്റിൽ നൽകിയ മറുപടി പ്രകാരം 6.5 കോടി ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ വിവിധ ചേരികളിൽ താമസിക്കുന്നു. 6.5 കോടി ജനങ്ങൾ. നിങ്ങൾ ഇത്ര മേനി പറയുന്ന നിങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളിലൂടെ വരുമ്പോൾ അവർ കാണാതിരിക്കാൻ ഡൽഹിയിലെ ചേരികൾ എന്തിനാണ് മറച്ചു മൂടുന്നത്? ജയചന്ദ്രൻ, പറയൂ. നിങ്ങൾ ഇന്ത്യ തിളങ്ങുകയാണോ? അല്ല. ഇന്ത്യ കുതിക്കുകയാണോ? അല്ല. ഇന്ത്യ ഒളിച്ചിരിക്കുകയാണ്. മറകട്ടി ഒളിച്ചിരിക്കേണ്ട ഗതികേട്. നമുക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി കൂടി എടുത്തു വരാം. ശ്രീ റഹീം, TP ജയചന്ദ്രൻ മാസ്റ്റർ, G20 ഭാരത് മണ്ഡപം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വലിയ അന്തർദേശീയ സമ്മേളനം. പക്ഷെ മറച്ചു പിടിക്കേണ്ടി വന്നു യഥാർത്ഥ ഇന്ത്യയെ. അതും നരേന്ദ്രമോദി കാഴ്ച കണ്ട് അവസാനത്തെ പടവും തൻ്റെ പ്രൊജക്ടിന്റെ ഭാഗമാണെന്ന് കണ്ട് മറച്ചു പിടിച്ചതായിരിക്കുമോ? G20 വരും, ദരിദ്രരായ മനുഷ്യരെ കാണുന്നത് ലോകം, അവർക്ക് നേരെ മറയൊരുക്കണം. ഇതും ഈ നരേന്ദ്രമോദിയുടെ ഭാവനയിൽ വിരിഞ്ഞതാകാൻ സാധ്യതയുണ്ടോ? 2 കാര്യമാണ് അരുണേ. ഇത് വറക്കുമ്പോൾ മറച്ചു വെക്കുന്ന ആരാണെന്ന്. പോഷകാഹാരം, വിദ്യാഭ്യാസം, വൈദ്യുതി, പാചകവാതകം, ബാങ്ക് അക്കൗണ്ട്, ഇത് ആധാരമാക്കിയിട്ടാണ് MPIയുടെ പഠനം നടന്നത്. റഹീം സാർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ബീഹാറിൽ,
ദാരിദ്ര്യരേഖയിൽ താഴാതെ മുകളിൽ പോകുന്നത് കേരളം. കണക്ക് കേൾക്കണോ? ഒരു ദരിദ്രൻ പോലും ഇല്ലാത്ത സംസ്ഥാനം കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാം. പക്ഷേ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് 757242 അതിദരിദ്രരുടെ എണ്ണത്തിന്റെ പട്ടിക പിണറായിയുടെ കയ്യിലൊന്ന് പുറത്തു വിടുമോ? വാളയാറിലെയും പുറത്തു വന്നല്ലോ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ. 60,000 അല്ലേ? അത് പുറത്തു വന്നു. മാനത്തിന്റെ മുമ്പിൽ നിന്നാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ ചോരയുടെ മുമ്പിൽ നിന്നാണ് തീരുമാനം. ഒന്ന് പറയട്ടെ. കണക്ക് പുറത്തു വന്നു ടി പി ജയചന്ദ്രൻ മാസ്റ്റർ. കേൾക്കണം സർ, ഛത്തീസ്ഗഡിലെ അതിദരിദ്ര മേഖലകളിൽ എത്ര CPM ജയിച്ചു? പറ. അതിദരിദ്ര ദസ്തി മേഖലയിൽ നിങ്ങൾക്കറിയുമോ? പുതപ്പിൽ കെട്ടിയ ഒരു പെൺകുട്ടിയെ അവൾ പൂർണ്ണ ഗർഭിണിയെ കൊണ്ടുപോയ മണ്ണാണ് കേരളം. ഇവിടെ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെ പറയുന്ന മാധ്യമപ്രവർത്തകരുടെ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി തെരുവിൽ ഇറങ്ങിയത് എന്തിനാണ്? റഹീം, MP അല്ലേ നിങ്ങൾ? ഒരു മര്യാദയൊക്കെ കാണിക്കും. ജനാധിപത്യത്തെക്കുറിച്ചും വാചാലതയെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ വർത്താനം പറയുന്നവനല്ലേ. ഒന്ന് എൻ്റെ അവസരമല്ലേ എനിക്ക് തരാം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ഭരണഘടനയെ കാറ്റിൽ പറഞ്ഞ അടിയന്തരാവസ്ഥ ഒരേ ഒരു കാലഘട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 2 പാർലമെന്റിലെ കഴിഞ്ഞ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ ഓടിപ്പോയത് ആരായിരുന്നു? ഏതെങ്കിലും ഒരു പാർലമെന്റ് സമ്മേളനം നടത്താൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. നിങ്ങളുടെ ജയചന്ദ്രൻ മാസ്റ്റർ, ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നമ്മളോട് പറയുന്നത് 240-ലധികം പ്രതിപക്ഷ MP-മാരെ ഇരുസഭകളിൽ നിന്നും പുറത്താക്കി ഇന്ത്യ ചരിത്രത്തിലെ ഏക ഗവൺമെന്റ് BJP-യുടേതല്ലേ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ? അല്ല അരുണേ, ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണോ? ഞാൻ ചോദിക്കട്ടെ, പല ചാനലിൽ പണിയെടുക്കുന്നവരെ പുറത്താക്കാം, മാധ്യമപ്രവർത്തകരെ പുറത്താക്കാം. ഓരോ സംവിധാനത്തിലും ഇതിനു മുമ്പ് 240-ഓളം വരുന്ന പ്രതിപക്ഷ MP-മാരെ ഇരുസഭകളിലുമായി പുറത്താക്കി ഏത് സർക്കാരുണ്ട് ഇന്ത്യയിൽ? ഇന്ത്യയിൽ എത്ര തവണ പുറത്താക്കിയിട്ടുണ്ട്? പറയൂ. ഒരു വിഷയത്തിൽ പാർലമെന്റിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ച ഉന്നയിച്ചതിന്റെ പേരിൽ 200-ലധികം MP-മാരെ പുറത്താക്കി ഏത് സർക്കാരുണ്ട്? അങ്ങ് പറയൂ. ഒരു മിനിറ്റ്. ചോദ്യം കൊണ്ട് ഉത്തരം പറയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഉത്തരം പറയൂ. അങ്ങ് തന്നെയാണ് പറഞ്ഞത് എത്രയോ സർക്കാരുകൾ. ഒരു സർക്കാർ പറയൂ. 200-ലധികം MP-മാരെ ഇരുസഭകളിൽ നിന്നും പുറത്താക്കി ഏത് സർക്കാരുണ്ട്? ഈ വശത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പില് എന്റെ ചോദ്യം അങ്ങ് കേൾക്കാതെ പോകുന്നതാണോ കേട്ടില്ലെന്ന് നടിക്കുന്നതാണോ? അവർക്ക് ഒരു പരാതി ഇല്ലാത്തത് അല്ല, ടി പി ചിദംബരം ഇതിന് മറുപടി പറയൂ. 240-ലധികം MP-മാരെ പുറത്താക്കി ഏത് സർക്കാരുണ്ട്? നേരത്തെ N. ശ്രീകുമാർ ചോദിച്ച ചോദ്യമാണ്. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്ന സർക്കാരിനെ കുറിച്ചാണോ? അല്ല, ഒന്ന് പാർലമെന്റിനകത്ത് പുറത്താക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥ കൊടുത്തത് ആരാ? പണ്ടും പുറത്താക്കിയിട്ടില്ലേ? 240 പേരെ പുറത്താക്കിയ ഒരു ചരിത്രം പറയൂ. ഞാൻ അത് എത്ര പേര് എന്നുള്ളതല്ല, പാർലമെന്റിനകത്ത് ഭൂരിപക്ഷമുള്ള മുഴുവൻ വന്ന് അവരെ നടപടിയെടുക്കണ്ടേ? അതുകൊണ്ട് റഹീമെ, ഇതൊക്കെ ബഹളം ഉണ്ടാക്കി പാർലമെന്റ് നടത്താൻ സമയം കഴിഞ്ഞു എങ്കിലും 30 സെക്കൻഡ്സ് റഹീം പോകും. 30 സെക്കൻഡ്സ് ജയചന്ദ്രൻ മാസ്റ്റർ തരാം. 30 സെക്കൻഡ്സ്. അരുൺ, ഇതിൽ അഭിപ്രായം പറയേണ്ട ഒരാൾ ഞാൻ തന്നെയാണ്. അതിൻ്റെ ലോക്കൽ സ്റ്റാൻഡ് എനിക്കുണ്ട്. ഞാൻ സസ്പെൻഷനിലാക്കപ്പെട്ട MP എന്ന് മാത്രമല്ല, ഇപ്പോഴും സസ്പെൻഷനിൽ നിൽക്കുന്ന രാജ്യസഭയിലെ 11 MP-മാരിൽ ഒരാളാണ് ഞാൻ ശ്രീ ജയചന്ദ്രൻ മാസ്റ്ററോട് വളരെ ആധികാരികമായി പറയുന്നു, ഇന്ത്യൻ പാർലമെന്റിൽ മുമ്പും ഇതുപോലെ കൂട്ടത്തോടെ ആളുകൾ പുറത്താക്കിയിട്ടുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. ഇല്ല. ഞാൻ പറയാം, 2 സഭകളുടെയും ചരിത്രം പറയാം. ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനെ തുടർന്നുള്ള റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോകസഭയിൽ നടന്ന ബഹളത്തിൽ പരമാവധി പുറത്താക്കപ്പെട്ടത് 66 പേരെയാണ്. ആ 66 പേരുടെ സസ്പെൻഷനും വളരെ കുറച്ച് ദിവസത്തിനകം കൺസെൻസിലെത്തി അവരെ തിരിച്ചെടുത്തു. ഞാനത് പറയട്ടെ പ്ലീസ്. ലോകസഭയുടെ ചരിത്രം. രാജ്യസഭയിലേക്ക് വന്നാൽ 1960-കളുടെ മധ്യഭാഗത്തിലാണ് ആദ്യത്തെ രാജ്യസഭയിലെ സസ്പെൻഷൻ നടക്കുന്നത് ഒരാളെ. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ സസ്പെൻഷൻ 2010-ലാണ്. ആ 2010-ലെ സസ്പെൻഷനിൽ പുറത്താക്കുന്നത് രാജ്യസഭയിലെ 7 അംഗങ്ങളെയാണ്. 7 അംഗങ്ങളെ പുറത്താക്കിയിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ പകുതി പേരെ തിരിച്ചെടുത്തു. ബാക്കിയുള്ളവരെ ആ സഭാ സമ്മേളനത്തിന്റെ ബാക്കി ദിവസം വരെ നിർത്തിവെച്ചു. ശരി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അങ്ങയോട്,
ചട്ടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരാളെ സസ്പെൻഡ് ചെയ്യുകയാണ് എങ്കിൽ അത് ആ സെഷന്റെ റിമൈനിങ് പാർട്ടിൽ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സെഷനിൽ ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ സസ്പെൻഡ് ചെയ്തു, ആ സെഷന്റെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്കാണ് സസ്പെൻഷൻ, അതിൽ കൂടുതൽ പാടില്ല. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള ശ്രീ ജോൺ ബ്രിട്ടാസും ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ള 11 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിട്ട് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഉത്തരവ് വരുന്നത് വരെ 3 മാസത്തിനിടയിൽ എന്നാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്ത ചരിത്രം ഇന്ത്യൻ പാർലമെന്റിലില്ല. സസ്പെൻഡ് ചെയ്യാൻ നിയമത്തിലില്ല. 30 seconds. നിങ്ങൾ നിയമവിരുദ്ധമായി ഞങ്ങളെ പുറത്താക്കുന്നു. ഇല്ല അരുണ, ഇതിന് 30 seconds ഒന്നും വേണ്ട എനിക്ക്. ഇത് ഞാനും ബഹുമാനപ്പെട്ട MP-യും കഴിഞ്ഞ ഒരു ചാനലിൽ ഇത് ചർച്ച ചെയ്തതാ. അപ്പൊ ആദ്യം അദ്ദേഹം ഒരുപാട് കളവ് പറഞ്ഞു, രാജ്യസഭയിൽ ഇത് ഉണ്ടായിട്ടില്ല, ഞാനത് റിവ്യൂ ചെയ്തു, അദ്ദേഹത്തോട് അന്ന് സംസാരിച്ചു. എന്ത് കളവ്? റഹീമെ 66 പേരെ സസ്പെൻഡ് ചെയ്തോ? തെറ്റ് ചെയ്തവരെ സസ്പെൻഡ് ചെയ്യൂ. ഒരു കളവും പറഞ്ഞില്ല. ഈ പാർലമെന്റ് നടപടികള് സ്പീക്കർക്കെതിരായി അവിടെ നടക്കുന്ന ചട്ടങ്ങൾ ലംഘിക്കുകയും. ഒന്ന് ക്ഷമ കാണിക്കൂ നീ. നിങ്ങൾ എന്തിനെങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ, കേട്ടില്ല? ഇതല്ലേ ജനാധിപത്യവും, ഇതല്ലേ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട ഏറ്റവും മിനിമം യോഗ്യത? താങ്കൾ അന്ന് പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, തെറ്റ് ചെയ്യുന്നവന്റെ എണ്ണം നോക്കിയിട്ടല്ലേ ശിക്ഷിക്കുക? ശരി, അതിൽ എണ്ണത്തിന്റെ സമയം വലിപ്പമല്ല. സമയം അവസാനിച്ചു. നിങ്ങൾ ഈ പാർലമെന്റിൽ സമയം അവസാനിച്ചു. ജനകീയ ടി പി ജയചന്ദ്രൻ വിഷയങ്ങൾ മാസ്റ്റർ, ഉയർത്താൻ നിങ്ങൾ പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കിയാണ്. കൂട്ടമായിട്ട് പ്രതാപ് നിങ്ങൾ സിംഗ് പാർലമെന്റിൽ ജയചന്ദ്രൻ MP ഇപ്പോഴും സഭയിലുണ്ടല്ലേ? അരുണ ഞാനത് പറഞ്ഞ അവസാനിപ്പിച്ചത്. അരുൺ, ഈ സുരക്ഷാ ഭീഷണിക്ക് കാരണക്കാരനായ പ്രതാപ് സിൻഹ ഇപ്പോഴും പാർലമെന്റിൽ ഉണ്ടല്ലോ അല്ലേ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ? അല്ല അരുൺ, ഒരു നിമിഷം അരുണേ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. തെറ്റ് ചെയ്യേണ്ടവരെ മുഴുവൻ. ശരി റഹീം, എനിക്ക് ക്ഷമിക്കണം, എനിക്ക് സമയം അനുവദിക്കാനാവില്ല. സമയം എക്സീഡ് ചെയ്തു, വളരെയധികം എക്സീഡ് ചെയ്തു. താങ്കൾ ആ വിശദീകരണം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്പം വഴങ്ങിയത്. നമ്മുടെ ചർച്ചയ്ക്കുള്ള സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി ശ്രീ റഹീം, നന്ദി ശ്രീ N. ശ്രീകുമാർ, നന്ദി ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ചർച്ചയിൽ പങ്കെടുത്തതിന്. പുതുവത്സരത്തിൽ പുതുരാഷ്ട്രീയമോ എന്നതാണ് ചോദ്യം. പുതുവത്സരം വരാൻ പോകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭവത്സരാശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ലൈഫ്. Debate with Arun Kumar.